നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രേഖയിലേക്ക് വന്ന ഓരോരുത്തരും കേൾക്കുന്നൊരു കാര്യമാണ് രേഖി എന്ന് പറയുന്നത് ഡിവൈൻ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ് എന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം? അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? പ്രേമത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഊർജമാണ് രേഖി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. രേഖയിലേക്ക് വരുന്ന ഓരോരുത്തരും ആദ്യം പഠിക്കുന്ന 5 കാര്യങ്ങളുണ്ട്, 5 പ്രിൻസിപ്പിൾസ്. ഈ 5 പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോൾ രേഖയുടെ സ്നേഹം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഈ 5 പ്രിൻസിപ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നാം എന്താണെന്നും നമ്മളെ ചുറ്റുമുള്ള എന്തൊക്കെയാണെന്നും നമ്മുടെ ചുറ്റിലുള്ള ഓരോന്നിലും ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്നു. അത് നാം തന്നെയാകുന്നു. നാം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മിലേക്ക് ആഴത്തിൽ എത്തിച്ചേരാൻ തുടങ്ങും. ചുറ്റിലുള്ള ഓരോന്നിലും നാം കാണുന്നത് നമ്മെ തന്നെയാണെന്നും എല്ലാ സഹജീവികളും നമ്മുടെ ഭാഗമാണെന്നും നമുക്ക് മനസ്സിലാവും. എല്ലാം ഒരൊറ്റ പരമാത്മാവിൽ നിന്നും വന്ന ജീവാത്മാക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രേഖയിലെ 5 തത്വങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 തത്വങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ ഇതിനു മുൻപ് നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രിൻസിപ്പിളാണ് ചുറ്റിലുള്ള എല്ലാ സഹജീവികളോടും സ്നേഹത്തോടും കരുണയോടും കൂടെ മാത്രമേ ഞാൻ പെരുമാറുകയുള്ളൂ എന്നത്. ഈ ഒരു തത്വത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചുറ്റിലുള്ള ഓരോന്നും, അത് എത്ര ചെറു ജീവിയാണെങ്കിൽ പോലും അതിലും അതിൻ്റെ പ്രാണനായി ഒഴുകുന്നതും നമ്മിലൂടെ ഒഴുകുന്ന അതേ ജീവശക്തിയാണ് എന്ന തിരിച്ചറിവ് രേഖയുടെ ചാനലായ ഓരോരുത്തരിലും സ്നേഹത്തിൻ്റെ അളവ് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും വെറുപ്പും അനാവശ്യമായ പിടിവാശികളും എന്ന് വേണ്ട എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ആ ഈശ്വര ശക്തി നാം പോലും അറിയാതെ പതിയെ പതിയെ തുടച്ചു മാറ്റും. രേഖയിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുന്ന സമയത്ത് രേഖി നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതും രേഖി നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഓരോ നിമിഷവും വീഴാതെ തട്ടാതെ മുട്ടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ രേഖി നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മളെ കൊണ്ട് നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഈശ്വരൻ്റെ യഥാർത്ഥ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രേഖയിലെ പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രേഖി നമ്മിലേക്ക് സ്നേഹത്തെ നിറയ്ക്കുമ്പോൾ നാം നമ്മെ സ്നേഹിക്കാനും ചുറ്റിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാനും തുടങ്ങും. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഒരു തരത്തിലുള്ള പ്രതീക്ഷകളോ ഇല്ലാതെ എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് രേഖയൊരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണെന്ന് പറയുമ്പോൾ, അതായത് പ്രേമത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഊർജമാണെന്ന് പറയുമ്പോൾ എന്താണ് രേഖയിലെ പ്രകാശം? രേഖയിലെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മെ തിരിച്ചറിയുന്ന സമയത്ത് നാം ആരാണെന്നും നമ്മളൊരു സോളാണെന്ന തിരിച്ചറിവിലേക്ക് നാം വരികയാണ്. അതായത്
ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചം അഥവാ പ്രകാശം എന്ന് പറയുന്നത് നമ്മിലെ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മിലെ ബോധത്തെയാണ് ഉദ്ദേശിക്കുന്നത്. രേഖി എന്ന ഈശ്വരശക്തി നമ്മിലൂടെ ഒഴുകുമ്പോൾ നാം ഓരോരുത്തരും സോൾസാണ് എന്നും ചുറ്റിലുള്ള എല്ലാം നമ്മളുമായി കണക്റ്റഡ് ആണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മളെത്തും. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തതുമായ ബന്ധങ്ങൾ പോലും നമ്മുടെ കർമ്മയാണ് എന്നും ഇതൊക്കെ നമ്മുടെ സോൾ കോൺട്രാക്റ്റാണ് എന്നും ചുറ്റിലുള്ള എല്ലാം ഈശ്വര ശക്തിയാൽ നിർബന്ധമാണ് എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് നാം എത്തും. ഈ ഒരു ബോധമാണ് രേഖി എന്ന ലൈറ്റ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ രേഖിയുടെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും മാറുമ്പോൾ നമ്മിൽ അറിവിൻ്റെ വെളിച്ചവും സ്നേഹവും ഒരുപോലെ നിറഞ്ഞു നിൽക്കും. ഇത് തന്നെയാണ് രേഖി ഒരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണെന്ന് പറയുന്നത്. എല്ലാവരിലും രേഖയുടെ സ്നേഹവും പ്രകാശവും ഒരുപോലെ നിറയട്ടെ. താങ്ക് യു.